ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എണീച്ചു, നേരെ ഒരു ചായയൊക്കെ കുടിച്ച് കിന്നക്കോര പിടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കിന്നക്കോര റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് കാമൻ ക്വയറ്റായിട്ടുള്ള ഏരിയയിലേക്ക് എത്തി. ആഹാ, ഇതിപ്പോൾ ഓൾറെഡി ഉള്ളോട്ടായി, നന്നായിട്ട് ഉള്ളോട്ടായി. കാരണം വേറെ കടകളോ ബിൽഡിങ്ങോ ഒന്നും കാണാനില്ല. ആകെ ഭയങ്കര ലോക്കലായിട്ടുള്ള ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വണ്ടികളും ബൈക്ക് കുറവാണ്. കുറച്ച് കാറുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ട് അപ്പോൾ എല്ലാവരും പുറകിലുണ്ട്, ഞാനാണ് ലീഡ് ചെയ്യുന്നത് മാപ്പ് ഇട്ടതുകൊണ്ട്. നല്ല റൂട്ട്, അധികം ബിൽഡിങ്ങും പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ഫാം ഹൗസ് കാര്യങ്ങൾ. അതുപോലെ തന്നെ നല്ല തേയിലത്തോട്ടം, അതിൻ്റെ ഇടയ്ക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയുണ്ട്, ക്യാരറ്റിൻ്റെ കൃഷിയുണ്ട്. നേരെ കൃഷി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലം. അധികം ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല, പുറം ലോകത്തിൻ്റെതായിട്ടുള്ള യാതൊരു ശല്യവും. നമ്മളവിടെ നിന്നും കയറി ഉള്ളോട്ടേക്ക് വന്നു. ഇപ്പോൾ ഫുൾ നാച്ചർ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ മാത്രം റോഡിൽ. ഇവിടെ ലോക്കൽസിൻ്റെ വണ്ടി പോലും കാണാനില്ല. ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവർക്കും ഈ ട്രിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ പോലെ നമ്മൾ അടിച്ചു പൊളിച്ച് എല്ലായിടത്തും പോയി പെട്ടെന്ന് തിരിച്ചു വന്നു ആ പരിപാടിയൊന്നുമില്ല. എല്ലായിടത്തൊക്കെ നിർത്തി രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു രസം എന്താ പറയുക, ഒരേ വൈബിലുള്ള കുറച്ച് ആൾക്കാർ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു സാധനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരേ ആൾക്കാരാണ്. അതായത് പോകാം എന്ന് പറയുമ്പോഴത്തേക്ക് റെഡിയായി വന്ന് ഈ 8 പേര്. പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റേൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു പ്ലാനിങ്. അപ്പോൾ ഇത് തികച്ചും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ പറയുക, നമ്മളിത് കൂടുതൽ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഊട്ടി എവിടെ, കിന്നക്കോര, ഓക്കെ ബാ പോവാം. ഏതാ ദിവസം, സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ ഫോർത്ത് സാറ്റർഡേ, ഓക്കെ റെഡി. ആഹാ, എന്താ രസം. നൈസ് റൂട്ട് കേട്ടോ. ഈ റൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൽ ശരിക്കും കോട നിറഞ്ഞു കിടക്കണം. അങ്ങനെയാണ് ഈ സ്ഥലം കാണാൻ വേറെ ലെവലാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ മൊത്തം കോടയായിരുന്നു. എന്താ രസം എന്ന് പറയുക, ഇതിങ്ങനെ ഫുള്ള് സെറ്റായി കിടക്കുമായിരുന്നു. തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ കാടായിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള കാട്, ഒരു മെനയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാടുകളിൽ ഈ ചാഞ്ഞ് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല, മരങ്ങൾ റോഡിലേക്ക്, അതൊക്കെ വെട്ടിക്കളയും. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല ഒരു റൗണ്ടായിട്ടുള്ള ഒരു റോഡാണ്, ഭയങ്കര റൗണ്ടായിട്ടുള്ള ഒരു ആർച്ച് സെറ്റപ്പുള്ള റോഡാണ്. രണ്ട് സൈഡിൽ നിന്നുള്ള മരങ്ങളും, അതാകുമ്പോൾ ഫുൾ തണലും ആയിരിക്കും. കുറേയൊക്കെ ഏരിയയിൽ, എല്ലായിടത്തൊന്നുമില്ല, പക്ഷേ പല ഏരിയയിലും ഇതുപോലെ നല്ല തണൽ കാര്യങ്ങൾ, നല്ല തണുപ്പ്. ആ തണുപ്പ് അവിടെ നന്നായിട്ട് നിലനിർത്തും. കാരണം പുറത്തുള്ള ആ ഒരു വെയിലിൽ നിന്ന് ഇതിൻ്റെ അകത്തേക്ക് വന്ന് കയറുമ്പോണ്ടല്ലോ, ഭയങ്കര നല്ല തണുപ്പ്, ഭയങ്കര നല്ല ക്ലൈമറ്റ് ഇതിൻ്റെ ഉള്ളിൽ. വാവ്, what a beauty, man. നമ്മൾ ഈ മലേൻ്റെ മേലേക്ക് ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ വന്ന് ഓടിക്കൊണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്താ അവസ്ഥ നോക്കട്ടെ, മേലെപ്പെട്ട്.
നല്ല വ്യൂ. അങ്ങനെ കിന്നക്കോരയിലേക്കുള്ള യാത്ര ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ കിന്നക്കോരയിൽ നിന്ന് ഇവിടെ ഗോസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഏതൊരു വീഡിയോയിൽ ആരോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താ പറയുക, ലക്ഷ്യമല്ല വഴിയിലാണ് കാര്യം. ചില സ്ഥലങ്ങളെ മനോഹരമാക്കുന്നത് അവിടത്തേക്കുള്ള റൂട്ടുകളാണ്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ പറയുന്ന പോലെ കിന്നക്കോര. കാരണം കിന്നക്കോരയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ഓഫ് റോഡ് ട്രയൽസോ അങ്ങനത്തെ ഒന്നും കിട്ടാൻ വഴിയില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്ന ആ വഴിയിലാണ് കാര്യം. വാവ്. നമ്മൾ ഓഫ് റോഡ് റൂട്ട് കയറി നേരെ വന്നതാ. നോക്കുമ്പോൾ ഏതോ ഒരു വീട്ടിൽ കയറി ചെന്ന്. അല്ല, ഇത് ഈ ട്രെയിൽ കൊള്ളായിരുന്നു. നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓൺ ദ വേയിൽ കാണുന്ന എല്ലാ അടച്ചിടാത്ത റൂട്ടും കയറി നോക്കുകയാണ്. എന്തായാലും നല്ല ട്രെയിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു വീട്ടിൽ കയറി ചെന്ന്. ആ വീട്ടുകാരൊന്നും പറയാത്തത് നന്നായി. അവർ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. നോക്കുമ്പോൾ 2 ബൈക്ക് വന്നിട്ട് മുറ്റത്ത് പാർക്ക് ചെയ്തിട്ട് ഇവിടെ വരെ ഉള്ളൂ. ഓരോരോ കഴപ്പുകളെ. വീഡിയോസിൽ ഈ റോഡ് മുഴുവൻ എന്താ പറയുക, കോട മൂടി കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ വന്നപ്പോൾ അങ്ങനെ കോടയൊന്നും മൂടി കിടക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഭയങ്കര തണുപ്പും നല്ല തണലും. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പ്രത്യേക ഒരു വൈബാണ്. ഇവിടെ വന്നവർക്ക് അറിയാം എത്രത്തോളം രസമാണ് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാന്നുള്ളത്. ആഹാ, അതെ, ഓരോ തവണ ഈ സാധനം തുടങ്ങുമ്പോഴും ഇങ്ങനെ കുളിര. അതറിയില്ല, ഒരു പ്രത്യേക രസം. അത് നിങ്ങൾ വന്ന് തന്നെ നോക്കേണ്ടി വരും. തരാടാ. നമ്മൾ അടുത്ത ഓഫ് റോഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എങ്ങോട്ട് ഇനി അടുത്ത വീട്ടിൽ കയറി ചെല്ലുമെന്ന് ഇപ്പോൾ കർത്താവിനറിയാം. ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് റോഡ്. ഓഹോ, നൈസ് വ്യൂ ഒക്കെ ആണല്ലോ. വേ പോണു. ഹൈ 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 ഹൈ. അളിയൻ അതിൻ്റെ മേലെ കയറി. നമ്മൾ നേരെ വന്ന് ഏതോ ഒരു മലേൻ്റെ മേലെ കയറി. ഒറ്റയടിക്കെടുക്ക്. യെസ്, മുന്നേ പോയ ടീമിന് നഷ്ടമായിട്ടത്. സുലൈമാൻ തകർക്കാണോ നമ്മുടെ സുൽത്താൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ വീണു ഗൈസ്. വീഡിയോ കിട്ടിയില്ല, അതേ കിടക്കുന്നു. സുലൈമാൻ്റെ വണ്ടി കയറി ഗൈസ്.
വരുന്ന വഴിയിൽ നമ്മളെ 3 പേര് 4 വണ്ടി മാത്രമായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഓഫ് റോഡ് ട്രയൽ കണ്ടപ്പോൾ കയറി നോക്കിയതാണ്. സംഭവം ഒരു രക്ഷയില്ലാതെ. ഓയ്യോ, ചിലപ്പോൾ നമ്മൾ കയറുന്ന വഴിയേ നമ്മളെ പോലും വിചാരിക്കാത്ത ചില സ്ഥലത്ത് എത്തിപ്പെടുത്തും എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ സ്ഥലം. ഒരു രക്ഷയില്ല. കോടയും കൂടി ഉണ്ടായിരുന്ന മൂടായിരുന്നു. സുൽത്താൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഓഫ് റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കിണ്ണക്കോരി ആരും ഈ ഒരു ഓഫ് റോഡ് ഈ ട്രയൽസ് വരെ കണ്ടെത്തിയില്ലെങ്കിൽ ആരും പോയിട്ടില്ല. താങ്ക്സ് ഗോസ് ടു മോട്ടോ ബാറ്റ്മാൻ. സബ്സ്ക്രൈബ് ചെയ്യുക. 400 ഫോളോവേഴ്സ് ഉണ്ട്. 400 ഫോളോവേഴ്സ് ഉള്ളവർ മോശമാണ് ഒരിക്കലും. എല്ലാ 100Kയും മില്യൺ അടിച്ചവരൊക്കെ 400-4000 ഒക്കെ കഴിഞ്ഞിട്ടാണ് പോട്ടെ പോട്ടെ പോട്ടെ. പോട്ടെ 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 പോട്ടെ. എനിക്കറിയോ? ഓക്കെ ഗായ്സ്, ബാറ്റ്മാൻ കയറി. അല്ല ഇനി പോട്ടെ, ഇനി പോട്ടെ. വയലറ്റ് വയലറ്റ് വയലറ്റ്. അതെ നൈസ് വയലറ്റ് പൂക്കളാ. എന്താ റോക്കറ്റോ? ലവ്ഡെയിൽ ഇപ്പോൾ നമ്മുടെ ലവ്ഡെയിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിർത്തിയിട്ടാണുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നടന്നു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഊട്ടിയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ആഹാ, വെറുതെ അല്ല ഈ ഊട്ടിയിലുള്ള റെയിൽവേക്ക് ഇത്രയും ഫാൻസ്. എന്തോരോ ആൾക്കാരറിയാം വരുന്നത്. ഇതിപ്പോൾ വൈകുന്നേരം ഒക്കെ ആയതുകൊണ്ടാണ് അധികം ആൾക്കാരില്ലാത്തത്. ഉച്ച സമയത്തൊക്കെ ഇവിടെ പൊരിഞ്ഞ തിരക്കായിരിക്കും. നൈസായിട്ട് 2 വീഡിയോ എടുത്തിട്ട്. ഈ റെയിൽവേ പാളത്തിൻ്റെ അപ്പുറത്ത് ആ പൈൻ ഫോറസ്റ്റിൽ കുറച്ച് ഫ്രീ ഏരിയ കാണുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നൈസായിട്ട് ഒരു ഓഫ് റോഡ് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ റെഡി. ഓ ഓ ഓ ഓ സെറ്റ് അളിയാ, സെറ്റ്. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങൾ. സീൻ സ്ഥലം. ഓ, നമ്മളെവിടെയോ എത്തി ഗൈസ്. എവിടെ നിന്ന് തിരിക്കാം? കുഴപ്പമില്ല. വരുന്ന വഴിയുള്ള എല്ലാ ഓഫ് റോഡും നമ്മൾ പാട്ടത്തിനെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കിന്നക്കോരെ റൂട്ട് അല്ല കിന്നക്കോരെ ട്രിപ്പ് നമ്മൾ ഫിനിഷ് ചെയ്തു. സക്സസ്ഫുള്ളി ഫിനിഷ്ഡ്. എന്തായാലും കുറേ കാലത്തിന് ശേഷം പോയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് റൈഡ്. സോ എനിക്ക് മാത്രമല്ല, കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പോയിൻ്റ് പോലും നമ്മൾ മിസ് ചെയ്തിട്ടില്ല. എല്ലാം വള്ളിക്കെട്ടും നമ്മൾ പിടിച്ചിട്ടുണ്ട്.
പ്രശ്നത്തിൽ പോയി ചാടിയിട്ടുണ്ട്. ഓഫ് റോഡ് കയറി നല്ല റൂട്ട് എക്സ്പ്ലോർ ചെയ്തു. നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റി. പിന്നെ ഒരു ലോഡ് ചായ കുടിച്ചു. ഇനി എന്ത് വേണം ഒരു ട്രിപ്പിൽ? ഇനി എന്താണ് വേണ്ടത്? പോരാത്തതിന് പുതിയൊരു റൂട്ടും എക്സ്പ്ലോർ ചെയ്തു. അതാണ് ഏറ്റവും പ്ലസ് പോയിൻ്റ്. നമ്മൾ കിന്നക്കോര പോകുന്ന റൂട്ടിൽ നമ്മൾ നൈസായിട്ട് ഒരു പുതിയൊരു റൂട്ട്, ഒരു ഓഫ് റോഡ് ട്രയൽസ്, ആ ട്രയൽസ് നൈസായിരുന്നു. അത് എക്സ്പ്ലോർ ചെയ്തു. ഇനി എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരു അഡ്വഞ്ചർ വണ്ടിയും കൊണ്ട് നമ്മൾ എന്തായാലും കിന്നക്കോര പോവുകയാണെങ്കിൽ ആ റൂട്ട് നമ്മൾ കയറാതെ തിരിച്ച് വരത്തില്ല. കാരണം അത്രയും നൈസ് റൂട്ടത്. പോരാത്തതിന് കുറച്ചും കൂടെ ക്ലൗഡി ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. അബ്ജാതി സ്ഥലം. സോ വിത്ത് സീറോ റിഗ്രറ്റ്സ് വി ആർ റിട്ടേണിങ് ബാക്ക് ടു അവർ സ്റ്റേ. നമ്മുടെ ഗോ സ്റ്റോപ്സിലേക്ക് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്താറായി. ഓക്കെ, നന്നായിട്ട് തണുപ്പ് കയറുന്നുണ്ട്. തണുപ്പ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന 3-4 പേര് ഓൾറെഡി വണ്ടി എടുത്ത് അവർ തിരിച്ചെത്തി. പിന്നെ ബാക്കിയുള്ള നമ്മൾ 3 വണ്ടികളാണ്. 2 ഹിമാലയൻ 450 4 വണ്ടികൾ. 2 ഹിമാലയൻ 450, ഒരു SD അഡ്വഞ്ചർ, ഒരു ഹിമാലയൻ 411. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോ സ്റ്റോപ്സിലെത്തി.